അമിതാഭ് ബച്ചൻ, അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, അങ്ങനെ ഒരുവിധം എല്ലാ. ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ആഗ്രയിൽ ഒരു കല്യാണത്തിന് പോവാണ്. ആഗ്രയിൽ ലക്നൗവിലേക്ക് കല്യാണത്തിന് പോവാണ് ഞങ്ങള്. बिरयानी टुंडे कबाब का बहुत फेमस है ना ये, बहुत फेमस कबाब खाएगा, बिरयानी खाएगा, सब कुछ बहुत अच्छा लगेगा, मजा आएगा भैया. ഹലോ ചങ്ങൈമാരെ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉത്തർപ്രദേശിലെ ലക്നൗവിലേക്കാണ് പോകുന്നത്. ലക്നൗവിൽ നമ്മളൊരു കല്യാണം കൂടാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ആഗ്രയിലും പോകുന്നുണ്ട്, താജ്മഹലും കാണുന്നുണ്ട്. ഇത് ഒരു കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത്, ലക്നൗവിലേക്കാണ് പോകുന്നത് കേട്ടോ. താജ്മഹൽ അത് പോകുന്ന വഴിക്കായതുകൊണ്ട് താജ്മഹലും നമ്മൾ കവർ ചെയ്ത് ലക്നൗവിൽ നിന്നും ഒരു 120 കിലോമീറ്റർ അപ്പുറത്താണ് അഹ്ലാബാദ്. അവിടെയാണ് നമുക്ക് കല്യാണം. നമുക്ക് പ്രത്യേകം ക്ഷണമുണ്ട് കല്യാണത്തിന്. അപ്പോൾ എൻ്റെ കൂടെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ 3-4 ദിവസമായിട്ട് കേരളത്തിൽ നിന്ന് എൻ്റെ 2 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഉണ്ട്. അവർ കാശ്മീരും ഡൽഹിയും കാണാൻ വേണ്ടി വന്നതാണ്, മണാലിയും. അപ്പോൾ അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പിറകിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ യമുന എക്സ്പ്രസ് വേയിലാണ് പോകുന്നത്. ശരിക്കും ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഇതേ റൂട്ടാണ് നമ്മൾ പോകാനുള്ളത്. ഈ റൂട്ടിലെ ഫസ്റ്റ് ടോൾ നമ്മൾ കയറി. നമുക്ക് ടോട്ടൽ 1280 രൂപേൻ്റെ ടോട്ടൽ ടോൾ വരുന്നുണ്ട്. ഫസ്റ്റ് ടോളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ആഗ്രയിൽ ഒരു കല്യാണത്തിന് പോവാണ്. ആഗ്രയിൽ ലക്നൗവിലേക്ക് കല്യാണത്തിന് പോവാണ്. ഞങ്ങളൊരു ഫാമിലി വാക്കിലുണ്ട്. പിന്നെ നമ്മൾ ദില്ലിയിലെ ഗിരീഷ്, അതേപോലെ അനിൽ, ഗഗുബായി ഇവരെ കൂടി കല്യാണത്തിന് പോവാണ്. മാരേജ് इलाहाबाद. दिल्ली से कितना दूर है? दिल्ली से 800 കിലോമീറ്റർ. നമ്മൾ റേഞ്ച് റോവറായിട്ടും പിന്നെ ഒരു ഇന്നോവ ക്രിസ്റ്റയായിട്ടുമാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മളുള്ളത് ഡൽഹി ആഗ്ര ഹൈവേ ആണ്, യമുന എക്സ്പ്രസ് വേ ആണിത്. ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ച് നേരമായി ഞങ്ങൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്നിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ ഫവാസും മുഫീദും ഞാനും എൻ്റെ ഫാമിലിയും മുഫീദിൻ്റെ ഫാമിലി, ഫവാസിൻ്റെ ഫാമിലി. അനിലിൻ്റെ പാർട്ണറാണ്, അതേപോലെ ഗിരീഷുവിൻ്റെ പാർട്ണറാണ്. इनको तो थोड़ा आता है. കുറേ നേരമായി നമ്മൾ യാത്ര ചെയ്യുന്നത്. 800 കിലോമീറ്റർ ടോട്ടലുണ്ട്. താജ്മഹലിലേക്ക് തന്നെ ഏകദേശം ഒരു 350 കിലോമീറ്ററോളം ഉണ്ട്. ഏകദേശം താജ്മഹൽ എത്താനായി. താജ്മഹലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുറച്ച് സമയം കൊണ്ട് താജ്മഹൽ എത്തും. ഗിരീഷും അനിലും അവരെ വണ്ടി കൊണ്ട് പറക്കാണ്. 200-220 സ്പീഡിലൊക്കെയാണ് അവർ പോകുന്നത്. നമ്മളത്ര സ്പീഡിൽ അവരെ പിടിച്ചാൽ കിട്ടൂല, കാരണം അവരെ വണ്ടി അങ്ങനത്തതാണ്, റേഞ്ച് റോവറല്ലേ. അങ്ങനെ ഗൈസ് നമ്മൾ താജ്മഹലിലേക്ക് കയറുകയാണ്. താജ്മഹലിൻ്റെ എൻട്രി ആണിത്. ഞാൻ ഈ വഴിയിലൂടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ 5 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഗേറ്റിലൂടെ വരുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഞാൻ ഒരു 5-6 പ്രാവശ്യം ഈ താജ്മഹലിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഈ റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ്, ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈസ്റ്റോ വെസ്റ്റോ ആണിത്. ഇതിലൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഞാൻ 5 പ്രാവശ്യം വന്നതും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് ഓട്ടോയിൽ നമ്മൾ ഈ അപ്പുറത്തെ ഗേറ്റ് വഴിയാണ് വരാറ്. ഞാൻ എപ്പോഴും അതുവഴി വരുമ്പോഴൊക്കെ നമ്മൾക്കൊരു ഫീൽ ഉണ്ടാവും. കാരണം ഇത്രയും മനോഹരമായിട്ട് താജ്മഹൽ പണിത് വെച്ചിട്ട് അതിലേക്ക് വരുന്ന വഴി ഇത്രയും മോശമാണെന്നുള്ളത് പലപ്പോഴും അത് എനിക്കെന്നല്ല, താജ്മഹലിൽ ആ വഴി വരുന്ന എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അന്ന് ഒരുപക്ഷെ നമ്മളെ തെറ്റായിരിക്കും, നമ്മളതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടായിരിക്കും. വേറെ വഴികളോ അല്ലെങ്കിൽ അന്ന് അവിടെ പോയ സമയത്ത് ഇതേപോലെ ഈസ്റ്റും വെസ്റ്റൊക്കെ നമ്മൾ കണ്ടിരുന്നു, പക്ഷെ നമ്മൾ പുറത്തോക്കൊന്നും പോയിട്ടില്ല. ആ വഴികളൊന്നും പുറത്തേക്ക് നമ്മൾ പോകാത്തതുകൊണ്ടായിരിക്കുന്നു. കാരണം നമ്മൾ ഓട്ടോയിൽ വരുമ്പോൾ ഓട്ടോക്കാർ നമ്മളടുത്ത് പറയും ഈ വഴി തന്നെ തിരിച്ച് വരണമെന്ന്. അതുകൊണ്ടായിരിക്കും നമ്മൾ അതുവഴി മറ്റു വഴികളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നത്.
ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് അവിടത്തേക്ക് പോകുന്ന ഒരു സർവീസുള്ള വാഹനമാണിത്. ഇതിൽ നമുക്ക് 200 രൂപ എടുത്താൽ നമുക്ക് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അത്യാവശ്യം നടക്കാനുണ്ട്. താജ്മഹൽ വരെ ഏകദേശം ഒരു കിലോമീറ്റർ എങ്ങാനും നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ വാഹനങ്ങൾ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നടന്നു പോവാം. അത്യാവശ്യം കുഴപ്പമില്ല. ഇത് 200 രൂപ എടുത്താൽ നമുക്ക് 5-8 പേർക്ക് ഇതിൽ കയറാം. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ താജ്മഹൽ വരെ ഇത് നമ്മളവിടെ താജ്മഹലിൻ്റെ കുറച്ചും മുന്നോട്ടായിട്ട് വണ്ടി കൊണ്ടുപോയി നമ്മളെ അവിടെ നിർത്തും. എന്തായാലും ഇത് ഭയങ്കര സന്തോഷമായി. കാരണം പല സമയങ്ങളിലും നമ്മൾ താജ്മഹലിൽ വരുന്ന സമയത്തൊക്കെ ഈ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. താജ്മഹലിലേക്ക് വരുന്ന എൻട്രി എന്തുകൊണ്ടാണ് അത് ഒരുപക്ഷെ നമ്മൾ ഇത് കാണുന്ന പല ആൾക്കാരും ചിലപ്പോൾ ഇതുവഴി വന്നിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ഇത് കണ്ടിട്ടില്ല മുന്നേ. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും. എന്തായാലും ഈ വഴി വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. താജ്മഹൽ വരെ 2 സൈഡിലും നമുക്ക് ഷോപ്പിങ്ങിനും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റും മറ്റു ഷോപ്പുകളൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ താജ്മഹലിലേക്ക് കയറാൻ പോവുകയാണ്. ഒരുപാട് വ്ളോഗുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും താജ്മഹലിൻ്റെ. നമ്മളിതിൽ താജ്മഹലിനെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം ഒരുപാട് വ്ളോഗുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് താജ്മഹൽ കയറുന്നു, അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ കല്യാണത്തിലേക്ക് പോവുകയാണ്. കാരണം നമുക്ക് അത്യാവശ്യം ഓടാനുണ്ട്. ഇവിടുന്ന് ഇനിയും 500 കിലോമീറ്റർ എങ്ങാനും നമുക്ക് ഓടാനുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ഒരു രാത്രി 9 മണി 10 മണി 11 മണി ചിലപ്പോൾ അതും കഴിയും നമ്മൾ അവിടെ എത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരിപാടികൾ വേഗം തീർത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ 6 മണി ആയിട്ടുണ്ട് നമ്മൾ കൗണ്ടറിൽ എത്തിയപ്പം. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ക്ലോസ് ആയിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോകണോ അല്ലാതല്ല വേറെ എന്തെങ്കിലും വഴി ഉണ്ടോ നോക്കിയപ്പോഴാണ് അവിടെ നിന്ന് ഒരു ഗൈഡിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗൈഡായിട്ട് നമ്മൾ ഉള്ളിൽ കയറുകയാണെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ടിക്കറ്റ് വേണം. അപ്പോൾ ഗൈഡ് പറഞ്ഞ് അവരെടുത്ത് ആദ്യം തന്നെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഡബിൾ ചാർജ് കൊടുത്തിട്ട് ഉള്ളിൽ കയറാണ്. ഏതായാലും വന്നതല്ലേ, അപ്പോൾ ഏതായാലും നമ്മൾ ക്യാഷ് നോക്കിയില്ല, ഡബിൾ ചാർജ് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി. നമ്മൾ ഏതായാലും താജ്മഹൽ കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാം. താജ്മഹൽ അത് വല്ലാത്തൊരു സംഭവമാണ്. ഭയങ്കര ഒരു ഫീലാണ് താജ്മഹലിനെ നമ്മൾ കണ്ണേറ്റ് കാണുമ്പോൾ, നേരിട്ടുള്ള നമ്മൾ ആ താജ്മഹൽ കാണുമ്പോൾ. എപ്പോഴും ഈ ഗേറ്റ് വഴി കയറുമ്പോൾ നമുക്ക് താജ്മഹൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആ ഹോൾസിലൂടെ ഇവിടെ നമുക്ക് കാണാം. നമ്മൾ അതിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അതും നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ ഒരു ബ്ലറായ പോലെ ഉണ്ടാവും. പിന്നെ ഇപ്പം നമുക്കൊന്നും കാണുന്നില്ല. ഇനി നമ്മൾ അതിൻ്റെ ആ എൻട്രിയിലേക്ക് കയറുമ്പോൾ താജ്മഹൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉദിച്ച് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മൾ അവിടെ പോയിട്ട് ആ ഡയറക്റ്റ് കണ്ട്, അത് ഞാനിപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. എപ്പോഴും നമ്മൾ താജ്മഹൽ വരുമ്പോൾ ആ ഒരു ഫീലാണ്. എന്തെന്നായാലും മസ്റ്റായാലും വരാൻ കഴിയുന്നവരെല്ലാവരും നേരിട്ട് വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് താജ്മഹൽ. അത് ഒരു ഫീല് വേറെ തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ കാര്യമില്ല, നിങ്ങളത് അനുഭവിച്ച് അറിയന്നെ വേണം. അപ്പം കഴിയുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും താജ്മഹൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണാൻ ശ്രമിക്കുക. അത്രയും മനോഹരമാണ് താജ്മഹൽ. പിന്നെ അതുപോലെ താജ്മഹലിനെ പറ്റി ഒരുപാട് ഇല്ലാ കഥകളും നുണപ്രചരണങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരത് തിരുത്തിയിട്ടുണ്ട്, കുറേ വ്ളോഗർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. താജ്മഹൽ പണിതിന് ശേഷം അതിൻ്റെ ജോലിക്കാരെ കഴിവെട്ടി എന്നൊക്കെ. അങ്ങനെ ഒരു ചരിത്രം തന്നെ ഇല്ല. ഞാൻ അവിടെ ഗൈഡിനോടൊക്കെ ചോദിച്ചു. പകരം താജ്മഹൽ ഷാജഹാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ട് വേറൊരു താജ്മഹൽ ഉണ്ടാക്കിയാൽ അവരെ കഴിവെട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ആരെ കഴിയോ തലയോ ഒന്നും ഷാജഹാൻ വെട്ടിയിട്ടില്ല എന്ന് ഇവിടുത്തെ ഗൈഡാണ് നമ്മൾ ചോദിച്ചറിഞ്ഞു. ആൾ പറഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ ഈ വെള്ളത്തിൻ്റെ അവിടുത്തെ നെതൽ ഇങ്ങോട്ട് അടിക്കുന്നതൊക്കെ താജ്മഹലിനെ പറയാൻ ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ചല്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. എന്തായാലും ഞങ്ങൾ താജ്മഹലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കുറേ കാര്യങ്ങളും നമ്മളെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് എനിക്കറിയാത്ത, ഞാൻ 5 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാനൊരു ഗൈഡിനെ കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ്. പുള്ളി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 1.5 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. നമ്മൾ വീണ്ടും കല്യാണ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. നമുക്ക് ഇനിയും 500 കിലോമീറ്ററോളം യാത്രയുണ്ട്. അപ്പോൾ എത്ര മണിക്കാണ് നമ്മൾ അവിടെ എത്താമെന്ന് ഒരു പിടുത്തമില്ല.
ഏകദേശം യു പിയിലൊക്കെ നല്ല മഞ്ഞിൻ്റെ സമയമായതുകൊണ്ട് രാത്രി മഞ്ഞ് ഇറങ്ങി തുടങ്ങി. നല്ല ഫോഗാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ലക്നൗവിൽ ഇറങ്ങിയിട്ട് അവിടെ തുണ്ടേ കബാബ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. യൂട്യൂബിലൊക്കെ ഒരുപാട് ഫേമസ് ആണ് തുണ്ടേ കബാബ്. അത് അവിടുത്തെ ടേസ്റ്റൊക്കെ നോക്കി തുണ്ടേ കബാബിൻ്റെ ടേസ്റ്റും കൂടി, അതും ചരിത്രങ്ങളൊക്കെ പറയാനുണ്ട്. ഏതോ രാജാവിന് പല്ലില്ലാത്ത ഏതോ രാജാവിന് ഉണ്ടാക്കി കൊടുത്താണ് ഭയങ്കര സോഫ്റ്റാന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ രുചിയും കൂടിയൊക്കെ അറിഞ്ഞിട്ടേ നമ്മൾ കല്യാണ വീട്ടിലെത്തുള്ളൂ. കല്യാണം നാളെ രാത്രി ആയതുകൊണ്ട് നമുക്ക് സമയമുണ്ട്, പക്ഷേ നമ്മൾ എത്ര മണിക്കാണ് എടുത്താന്നറിയില്ല. നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ നമ്മൾ യാത്രയിലാണ്. രാത്രി എത്ര മണിക്ക് എത്താമെന്ന് നമുക്ക് പിടുത്തമില്ല. അത് കഴിഞ്ഞ് നമ്മൾ അനിലിൻ്റെ കൂടെ റേഞ്ച് റോവറിലേക്ക് കയറി. ഗിരീഷ് അങ്ങോട്ടും പോയി, ഞാൻ ഇങ്ങോട്ടും വന്നു. ഞാനും അനിലും നല്ല കോമ്പിയാണ്, കാരണം ഞങ്ങളെപ്പോഴും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അനിൽ നല്ല തമാശ പറയുന്ന ആളാണ് ഹിന്ദിയിൽ. എന്തായാലും ഞങ്ങൾ തമ്മിലിങ്ങനെ അവൻ എന്നെ കുറേ കളിയാക്കും, ഞാൻ അവനെയും കുറേ കളിയാക്കും, അങ്ങനെ പോകുന്നതാണ്. ഞാൻ കയറിയപ്പം അനിലൊന്ന് ഓണായി. ഏകദേശം ഞങ്ങൾ തുണ്ടേ കബാബിൻ്റെ അടുത്ത് എത്താനായി. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ലക്നൗവിലെത്തും. അങ്ങനെ ലക്നൗവിലെത്തി. गिरीश भैया कहाँ है हम लखनऊ आ गया भैया। यहाँ टूंडे कबाब खाएगा, बिरयानी खाएगा, बाबा की बिरयानी, टूंडे कबाब खाएगा। बहुत भैया फेमस देखो, है ना ये, बहुत फेमस कबाब खाएगा, बिरयानी खाएगा, सब कुछ बहुत अच्छा लगेगा, मजा आएगा भैया। मुफीद है उसके बाद हम केरला जाएगा सीधे भैया। ഇത് ഇവിടുത്തെ ഫേമസ് ആണ് കബാബ് എന്നാ പറഞ്ഞത്. ചുണ്ടി കബാബ്. ജീവൻ ഇതാണ് ഇങ്ങനെ ചുണ്ടി കബാബ് ഉണ്ടാക്കുന്ന സ്റ്റൈലാണിത്. നേരെ ഉണ്ടാക്കുന്നത് നേരെ ഇരുന്ന് ഭയങ്കര ഫേമസ് ആണ് സംഭവം. दोनों अलग है भैया. ये क्या है? ये मटन का है, अच्छा वो बड़े का है। भैया एक बार एक ओपन करते हैं एक बार. ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ. അതെല്ലാം ഇന്ത്യക്കാവുന്ന എഴുതിയിട്ടുണ്ട്. കേട്ടോ അവരൊക്കെ വന്നിട്ടുണ്ട്. സൽമാൻ ഖാൻ, പിന്നെ അമിതാഭ് ബച്ചൻ, ആമിർ ഖാൻ, ഷാരൂഖ് ഖാൻ, അങ്ങനെ ഒരുവിധ എല്ലാ മൂവീസ് സ്റ്റാറുകളും ഇവിടെ വന്നിട്ടുണ്ട്. കേട്ടോ രൺബീർ കപൂർ, ഉസ്മാൻ, ഗോവിന്ദ, പഴയ നടന്മാരും കപിൽ ദേവ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ തുണ്ടേ കബാബൊക്കെ കഴിച്ചു. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത്, ചിക്കനും ബിരിയാണിയും ഒക്കെ. പക്ഷേ സത്യം പറയാലോ ഒന്നും കൊള്ളൂല. നമുക്കങ്ങനെ വലിയ ഇഷ്ടമായില്ല, ഇവർക്കും ഇഷ്ടമായില്ല, ഡൽഹിയിൽ നിന്ന് വന്ന് ഇവർക്കും ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്തു. കുറച്ച് ഓടിച്ചു കഴിഞ്ഞപ്പം നല്ല ഫോഗ്, വണ്ടി ഒട്ടും ഓടിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ്. 30-20 പോകാൻ കഴിയുന്നുള്ളൂ. മൊബൈലിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് നമുക്ക് തീരെ കാണാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 20-30 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി ബാക്കി നമുക്ക് വീഡിയോ നാളെ കാണാം.